ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് ദിവസങ്ങളായിട്ട് യു എയിൽ നല്ല തണുപ്പാട്ടോ. അപ്പോൾ എൻ്റെ യു എയിലെ കുറച്ച് തണുത്ത ഒരു എന്താ പറയുക കുറച്ച് മൊമെൻറ്റ്സൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടോ. ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ യു എയിൽ എവിടേക്കാണെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ നിൽക്കുന്നത് ഷാർജയിലാണ്. കുറച്ച് ദിവസങ്ങളായി യു എയിൽ നല്ല തണുപ്പാണ്. വിൻ്റർ വെതറൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു സമയമാട്ടോ ഇപ്പോൾ. അതേപോലെ തന്നെ നമ്മളെ ജബൽ സീസിലൊക്കെ 0-ഡിഗ്രിക്കും താഴെ കേട്ടോ തണുപ്പ് കാണുന്നത്. ഇത്രയും തണുപ്പുള്ള സമയത്ത് വീട്ടിൽ വെറുതെ ഇരിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ചില സമയത്തൊക്കെ എനിക്ക് വീട്ടിലിങ്ങനെ നല്ല തണുപ്പുള്ള സമയത്ത് വീട്ടിലിങ്ങനെ മൂടി പൊതച്ചിരുന്ന് വല്ല ഫിലിമൊക്കെ കണ്ടിരിക്കാൻ ഇഷ്ടം. പക്ഷേ ഈ ഒരു സമയത്ത് എനിക്കെന്താണെന്നറിയില്ല, തണുപ്പത്തിന് പുറത്ത് നടക്കാനും അതേപോലെ ഒരു നല്ല ചൂട് ചായ വാങ്ങി കുടിക്കാനൊക്കെ ആട്ടോ തോന്നണത്. യു എയിലെ ഈ തണുപ്പുള്ള സീസൺ ഒരു പ്രത്യേക രസമാട്ടോ. ഒരുപാട് ഫെസ്റ്റിവലും നടക്കണതൊക്കെ ഈ സീസണിൽ തന്നെയാവേ. ഗ്ലോബൽ വില്ലേജൊക്കെ ഓപ്പൺ ആവണതും എല്ലാം ഈ സീസണിൽ തന്നെ ആയിരിക്കും. അതേപോലെ ആൾക്കാരിങ്ങനെ ടെൻ്റ് അടിച്ച് പോയി ബാർബിക്യൂബൊക്കെ ചുടണതും ഈ തണുപ്പുള്ള സീസണിലാണ്. മൊത്തത്തിൽ ഈ ഒരു തണുപ്പുള്ള സീസൺ ഒരു വെക്കേഷൻ പോലെ കേട്ടോ എനിക്ക് തോന്നല്. സാധാരണയായിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വരുന്ന സമയത്തെ ഇത്ര തിരക്കുണ്ടാവില്ല കേട്ടോ. ഇന്ന് തണുപ്പ്, ഈ ഒരു ദിവസത്തിനൊരു പ്രത്യേക തണുപ്പുണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല, കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇരിക്കാനൊന്നും അവിടെ സ്ഥലമില്ല. അതുകൊണ്ട് ഞങ്ങൾ പള്ളീൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് സംസാരിച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞോട്ടോ കേട്ടോ ചായ കുടിക്കണത്. പിന്നെ ഈ വീഡിയോ ലെങ്ത്ത് കുറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കോർണീഷ്യയിൽ പോയൊരു വീഡിയോ ഉണ്ട് കേട്ടോ, അതും കൂടി ഉൾപ്പെടുത്താൻ വിചാരിച്ചേ. തണുപ്പത്ത് കോർണീഷ്യയിൽ നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ? സാധാരണ നമ്മൾ റോട്ട് നടക്കുന്നതിനെക്കാട്ടും നല്ല തണുപ്പാവും കേട്ടോ. അതൊരു രസമാണ്. അപ്പം ഈ ഒരു കോർണീഷ്യയിൽ ഒരു W11 എന്നൊരു ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും വിചാരിക്കും അവിടെ എന്ത് ഐറ്റംസാണ് ഉള്ളതെന്നൊക്കെ. എപ്പോഴെങ്കിലുമൊക്കെ അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചു നോക്കണം എന്നിങ്ങനെ വിചാരിക്കേ. പിന്നെ വിചാരിക്കും അങ്ങനെ പിന്നെ കഴിക്കാൻ തന്നെ ഇങ്ങനെ ദിവസം മാറ്റി വെച്ചതിന്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ച് ഒന്ന് കഴിച്ചു നോക്കാം, എന്താ ഇവിടുത്തെ എന്തെങ്കിലും ഒരു റെസിപ്പി ഇവിടെ നിന്ന് കഴിച്ചു നോക്കാമെന്ന്. ഇവിടെ അധികവും എന്താ പറയുക ജ്യൂസ്, ഐസ്ക്രീം, അതേപോലെ ഈ അറബിക് മധുര ഡെസേർട്ടൊക്കെ പോലത്തെ ഉള്ള സാധനങ്ങളാട്ടോ ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് എന്താ പറയുക വലിയ കുഴപ്പമില്ലാത്തൊരു സംഭവം ഞങ്ങൾ ഓർഡർ ആക്കിയിട്ടോ. ഈ കടലിൻ്റെ അടുത്ത് ഇരുന്നിട്ടുള്ള ഷോപ്പുകൾ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഒരു പ്രത്യേക ഫീലാണ്. ഒരു കാറ്റും ആ ഒരു അന്തരീക്ഷം നല്ല രസമാണ്. ഈ ഒരു സംഭവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടൊന്നുമില്ല, പക്ഷെ നമുക്ക് കഴിക്കാം. ഒരു ബണ്ണ് പോലെ, എന്നിട്ട് അതിൽ കുറച്ച് എന്താ പറയുക ക്രീമും പാലൊക്കെ ഒഴിച്ചിട്ടാണോ, ഒരു പാലിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അതേപോലെ നമ്മളെ ഫ്രഷ് മാംഗോ അത് കട്ട് ചെയ്തിട്ടത് കേട്ടോ. അപ്പം കഴിക്കാൻ രസമുണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ്. പക്ഷെ ഭയങ്കര വാവ് എന്ന് പറയാനൊന്നുമില്ല. ഓക്കെ കഴിച്ചിരിക്കാം. പിന്നെ ഇത് പിറ്റേന്നത്തെ വീഡിയോ ആണേ. പിറ്റേന്ന വീഡിയോ ഇത് ഞാൻ മക്ക മാർക്കറ്റത്തെ വീഡിയോ, എന്താ പറയുക മക്ക മാർക്കറ്റിൽ എന്താണുള്ളതെന്ന് പറഞ്ഞാൽ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ? ആ മക്ക മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാട്ടോ ഇതൊക്കെ. ഇത് ഫാദിക്ക് നല്ല യൂസ് ആയിക്കാണ്. ABCD ആൽഫബറ്റ്സ് ഓനക്ക് കളിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പം രാവിലെ എണീറ്റപ്പം ഇത് ഒന്നായിട്ട് ഇളങ്കോലാക്കി വെക്കും. എൻ്റെ ഹസ്ബൻഡ് അടുത്ത് ഇങ്ങനെ റെഡിയാക്കി വെക്കും. അപ്പം എനിക്ക് തോന്നി ഈ ചെറിയ കുട്ടികളുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് യൂസ് ആവും. ഇങ്ങനത്തെ ഇത് മാഗ്നറ്റാണ്. ഇത് ഫ്രിഡ്ജിൽ ഇങ്ങനെ നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ കുട്ടിക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ട് അവർക്ക് പഠിക്കുകയും ചെയ്യാം. അപ്പം ഈ വീഡിയോ അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ടിഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.